ചില ഇമോഷൻസ് നല്ലതാണെന്നും ചില ഇമോഷൻസ് മോശമാണെന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ല. വെൽക്കം ടു ഡേ 9 ഓഫ് 30 ഡേയ്സ് ഓഫ് സെൽഫ് ലവ് ബിഫോർ ഐ ടേൺ 30. കുറച്ച് ദിവസം മുമ്പ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത്രയും ഇമോഷൻസ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ പലപ്പോഴും ഇതിൽ നടുക്കുള്ള ആ സർക്കിളില്ലേ, അത് മാത്രമേ പറയാറുള്ളൂ. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരുപാട് ഇമോഷൻസ് വേറെയുണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളത് അന്നാണ് മനസ്സിലായത്. അപ്പോൾ ഈ പറഞ്ഞ ഇമോഷൻസ് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. സ്വാഭാവികമാണ്. ഇത്രയും ഇപ്പോൾ ഇമോഷൻസ് ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് ഇന്നതാണ്, എനിക്ക് ഹാപ്പി അല്ല, ഹാപ്പിയിൽ ഇന്നതാണ് എന്ന് പറയാൻ എനിക്ക് പറ്റുന്നുണ്ടാവില്ല. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജേർണൽ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഇന്ന് ജേർണൽ ചെയ്തു. എനിക്കിന്ന് ഉണ്ടായിരുന്ന ടാസ്ക്, എനിക്ക് ഹേർട്ടായ ഒരു ആൾ സംസാരിച്ച കാര്യം അതൊന്ന് ജേർണൽ ചെയ്യാനായിരുന്നു. അവർ എന്ത് കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കത് ഹേർട്ടായത്, അവരത് പറയാനുള്ള കാരണം എന്തായിരിക്കും അവരുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരത് എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്, അത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് ജേർണൽ ചെയ്യാനായിരുന്നു ഇന്നത്തെ ടാസ്ക്. പക്ഷേ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇന്ന് എനിക്ക് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള വേറൊരു ഇമോഷൻ ഉണ്ടായിരുന്നു. അതായിരുന്നു ജലസി. യെസ്, ഐ ആം ഹ്യൂമൻ. എനിക്കും അങ്ങനത്തെ ഫീലിങ്സും ഇമോഷൻസും വരും. ഐ ആം ഷുവർ ഈ വീഡിയോ കാണുന്നതിൽ ഓരോരുത്തർക്കും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മളിതൊന്നും എക്സ്പ്രസ് ചെയ്യില്ല. കാരണം എന്താ? ഇതൊരു മോശം ഇമോഷനാണല്ലോ. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ ഇമോഷൻസ് മോശമാണ് എന്ന് കരുതുന്നത് ആൾക്കാർ എന്ത് കരുതും എന്ന് കരുതുന്നത് കൊണ്ടാണ്. മറ്റുള്ളവർ അത് കേൾക്കുമ്പോൾ എന്ത് കരുതും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ആക്ച്വലി ഇതൊരു ഇമോഷനാണ്. ഈ ഇമോഷൻ്റെ പിന്നിൽ ചിലപ്പോൾ ഒളിഞ്ഞു കിടക്കുന്നത് നമ്മുടെ ഉള്ളിലെ കുറേ ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം ജലസി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നറിയോ? നമുക്ക് കോൺഫിഡൻസ് കുറവുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് വേണം? ജേർണലിംഗ് വേണം. അതിന് ജേർണൽ പ്രോംസ് വേണം. കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് അതിൻ്റെ പോസിബിൾ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് വെച്ചൊന്ന് ജേർണൽ ചെയ്ത് നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും നമുക്കുള്ളത് ജലസി അല്ല, നമ്മുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ കമ്പാരിസൺ. അതെന്തുകൊണ്ടാണ് കമ്പാരിസൺ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി എഴുതി തന്നെ മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്.